ചിക്കൻ ഗ്രില്ല് ചെയ്തതിന്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ കേട്ടോ. അപ്പൊ എനിക്ക് ഗ്രില്ലെടുത്ത് വെക്കാൻ വേണ്ടി അച്ഛൻ്റെ ഒരു സ്റ്റാൻഡൊക്കെ റെഡിയാക്കി തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. 4 കട്ടയെടുത്ത് വെച്ചിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഒരു പലക എടുത്ത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ പലക എടുത്ത് വെച്ചിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഗ്രില്ല് വെച്ചപ്പോൾ ആ ഒരു വീതി കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എപ്പോൾ എവിടെയും തറ പോകുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ നീളത്തിലുള്ള ഒരു പലക കൊണ്ട് എടുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ചാർക്കോളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചാർക്കോൾ കത്തിച്ചെടുക്കാൻ തന്നെ ഞാൻ ഏതാണ്ട് 1/2 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോഴത്തേക്കും പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അച്ഛൻ വന്നിട്ടാണ് ഇത് കത്തിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് ഞാൻ പോയി കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചിക്കൻ്റെ തൂത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ഞാൻ ആ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ കൂടി എടുത്ത് വെളി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്ന് നല്ല തണുപ്പായിട്ടിരിക്കും. തണുപ്പൊന്ന് വിടാൻ വേണ്ടിയിട്ട് ഒന്ന് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ കൊണ്ട് പഠിച്ച പണി വന്നിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് കത്തിച്ചെടുക്കാം. പിന്നെ അവസാനം അച്ഛൻ വന്നിട്ട് ചിരട്ടൊക്കെ കത്തിച്ച് വെച്ചിട്ടാട്ടോ ഒന്ന് കത്തിച്ചെടുത്തത്. കാരണം നമ്മുടെ കയ്യിൽ കത്തിക്കാനുള്ള മെഷീൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒന്ന് കത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചിരട്ട കത്തി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഒരു ചാർക്കോളൊക്കെ നന്നായിട്ടൊന്ന് കനലാവുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ആ ഗ്രില്ലെടുത്തൊന്ന് മണ്ടക്കോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് തീ 4 പടരുന്നുണ്ടായിരുന്നു. അച്ഛനോട് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രില്ല്. പിന്നെ ഞാൻ പോയി ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ആ ഒരു ചുമന്ന മസാലയുടെ ചിക്കനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ ആ ഒരു ചട്ടുകമ്മച്ചൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് എണ്ണയൊക്കെ തൂത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സൈഡൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കാണെങ്കിൽ പിന്നെ ഞാൻ ചട്ടുക മാറ്റിയിട്ട് ആവേശത്തിൽ കൈ കൊണ്ടൊക്കെ തിരിച്ചിരുന്നുണ്ടായിരുന്നു. എളുപ്പത്തിന് വേണ്ടിയിട്ടോ. കാരണം ചട്ടുക ചായ കഴിഞ്ഞതെല്ലാം കൂടി തട്ടി മറിച്ച് തറയിട്ടാലോ എന്ന് വിചാരിച്ചു ഞാൻ കൈ കൊണ്ട് തന്നെ അതിന്റെ കാലെ പിടിച്ച് തൂക്കിയെടുത്ത് തിരിച്ചിരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ചിക്കൻ എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ചിക്കൻ ആദ്യത്തെ വേവിച്ച് വെച്ചപ്പോഴത്തേക്കും അതൊന്ന് തണുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഞങ്ങൾ കഴിക്കായിരുന്നു. ഇതിനിടയ്ക്ക് പോയി മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുട്ടക്കറി ഉണ്ടായിരുന്നു. ചപ്പാത്തി അതിനകത്ത് ഒന്ന് ചുട്ടെടുത്തത് കേട്ടോ കല്ലിൽ തന്നെ. എന്നിട്ട് ഞാൻ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഏത് മസാലയാണ് നല്ലതെന്ന് പറയാൻ പറ്റത്തക്ക രീതിയിൽ നല്ലായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ഛൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടാറ്റാ.